ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തും വൈകുന്നേരം ചായയുടെ കൂടെയും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടിയിട്ട് 4 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡ് എപ്പോഴും പുതിയ ബ്രെഡ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി 3 കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കോഴിമുട്ട ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. ഒരു സവാള ചെറുതായി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞതും 2 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉള്ളിയിലൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടാകും. കൈവച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂണ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. കയ്യിൽ വെച്ച് നന്നായിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഇനി മറ്റേ കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഈ ഷേപ്പിലാണ് ഈ സ്നാക്ക് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം. കൈയുടെ ഉൾഭാഗത്ത് കുറച്ച് എണ്ണ പുരട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ എല്ലാ സ്നാക്കും ഇവിടെ ഇതേമാതിരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന സ്നാക്ക് ഉണ്ടല്ലോ, അതെടുത്ത് ഈ കോഴിമുട്ടയിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. അങ്ങനെ എല്ലാ സ്നാക്കും ഇതേമാതിരി റെഡിയാക്കി എടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോ സ്നാക്കും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ മാറുന്നതാണ്. അതുകൊണ്ട് തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഒരു ഭാഗം മൊരിയാൻ കാത്തു നിൽക്കരുത്. തിരിച്ചും മറിച്ചും ഇട്ട് ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഇത് ഒരു ചുവന്ന കളറാവുമ്പോൾ നമുക്ക് കോരി മാറ്റി വെക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിറം മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. 4-5 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഇത് മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി കോരി മാറ്റി വെക്കാം. ഇനി അടുത്ത സ്നാക്കും ഇതേമാതിരി തന്നെ റെഡിയാക്കി എടുക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.